ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന കൗൺസിൽ പുനഃസംഘടിപ്പിക്കുകയും സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയുമാണ്. 25 സംസ്ഥാന ഭാരവാഹികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതിൽ തന്നെ 5 പേർ നിർണായകമാണ്. 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ട്രഷററും 10 സെക്രട്ടറിമാരും 10 വൈസ് പ്രസിഡന്റുമാരുമാണ് ബാക്കിയുള്ളത്. ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുന്നത് സൂക്ഷ്മതയോടെ നടത്തിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പ്. പൊതുവെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെന്നും കഴിവുള്ളവരെയും ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്തവരെയും ആ രംഗത്തേക്ക് കൊണ്ടുവരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സെക്രട്ടറിമാർ 3 ഉള്ളൂ. ജോർജ് കുര്യൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയാവുന്നത്. പി സുധീറും MD രമേശും C കൃഷ്ണകുമാറുമാണ് സംസ്ഥാന സെക്രട്ടറിമാർ. ഇതിൽ MD രമേശിനെ നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതനായെന്ന് വരാം. പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് ഇപ്പോൾ MT രമേശാണ്. MT രമേശ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നേതാവായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് കൃഷ്ണദാസ് MT രമേശിനെ തേച്ചു എന്ന ആരോപണം രമേശിനെ ഇഷ്ടപ്പെടുന്ന പലരും ഉയർത്തുന്നുണ്ട്. രമേശിനെ പിന്നീട് മുരളീധരനാണ് സഹായിക്കാൻ ശ്രമിച്ചതെന്ന് അവർ പറയുന്നു. MT രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തനിക്ക് പൂർണ്ണമായും യോജിച്ചു പോകാൻ കഴിയുന്ന തന്റെ ടീമിൽപ്പെട്ടവരെ ഈ 4 സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യം. 2 പേരെ ഇതിനോടകം രാജീവ് ചന്ദ്രശേഖരൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്ന് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനുമാണ്. ബാക്കി 2 പേരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഈ 2 പേരും 2 ഗ്രൂപ്പുകളിലും പെടുന്നവരല്ല. ശോഭാ സുരേന്ദ്രന് കാര്യമായ സ്വാധീനം പാർട്ടി അണികൾക്കിടയിലുണ്ടെങ്കിൽ ഷോൺ ജോർജിന് ക്രൈസ്തവ വിഭാഗത്തിലും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഈ 2 പേരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ശോഭ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമെങ്കിൽ ശോഭയ്ക്ക് പകരം മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരും. MT രമേശിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തേണ്ടി വരും എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ 4ാമത്തെ ആളെ മാത്രമേ ഇനി കണ്ടെത്തേണ്ടതുണ്ടാവൂ. സന്ദീപ് വചസ്പതിയുടെയും അനൂപ് ആന്റണി ജോസഫിന്റെയും പേരുകൾ രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കുന്നുണ്ടെങ്കിലും സന്ദീപ് വചസ്പതി MT രമേശുമായി വളരെ അടുപ്പത്തിലായതുകൊണ്ട് 2 പേരിൽ ഒരാളെയെ നിയോഗിക്കാൻ കഴിയൂ എന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ 2 പേരും വ്യത്യസ്തമായി തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഷോൺ ജോർജിന് സ്ഥാനം കിട്ടുന്നത് കൊണ്ട് അനൂപ് ആന്റണി ജോസഫിനെ കൂടി പരിഗണിക്കുക പ്രയാസമായിരിക്കും. 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ 2 പേരെ ക്രിസ്ത്യാനികളാക്കുന്നത് അംഗീകരിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനത്തിന് ഇനിയും സമയമെടുക്കും.